ഞാൻ അച്ഛനോട് ആദ്യം പറയുന്നത്, എന്റെ അച്ഛനോട് ആദ്യം പറഞ്ഞു. അച്ഛൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ജോലി ഉണ്ടോന്ന് മാത്രം ചോദിച്ചു. ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അത്ര തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ കാസ്റ്റ് എന്താണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. തൃശ്ശൂരാന്ന് പറഞ്ഞു. ജോലി ഉണ്ടോന്ന് ചോദിച്ചു. ഓക്കെ. അപ്പം ഞാൻ അച്ഛനുമായിട്ട് പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ അച്ഛനും അമ്മേനെയും ചേച്ചീനെയും വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ വീട്ടിൽ ചിഞ്ചു എന്നാണ് വിളിക്കണത്. അപ്പൊ ചിഞ്ചു ഒരു കാര്യം പറഞ്ഞു, നിന്നോട് പറഞ്ഞോ ചോദിച്ചു അമ്മയോട്. അപ്പൊ അമ്മ പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു കാര്യമുണ്ട്, എന്താന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അമ്മയും എന്നോട് ഒരൊറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ, ജോലി ഉണ്ടോന്ന്. അത് മാത്രമേ എന്തായാലും പ്രശ്നമില്ല, എന്തെങ്കിലും ഒരു ജോലി നോക്കാനുള്ള അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. അപ്പൊ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഓക്കെ, വീട്ടിൽ സംസാരിക്കാം, പുള്ളിയുടെ വീട്ടിൽ നിന്ന് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഡീസന്റ് വേ. കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്ന രണ്ടാൾക്കാർ ഇപ്പൊ ഈ ഇടയ്ക്ക് പോയി പിന്നെയും ഗുരുവായൂർ പോയി കല്യാണം കഴിച്ചു. അത് ശരിക്കും എന്തുവായിരുന്നു ആ ഇൻസിഡന്റ്? അതിന് വേറെ കല്യാണം കഴിഞ്ഞു ന്യൂസ് ചാനലൊക്കെ എടുത്തിട്ട് ഇയാളുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഹാഷിറിന്റെ ഉമ്മ വിവാഹിതയായി. അപ്പൊ ഭയങ്കര ഒരു ഇതായിരുന്നു അല്ലെ, അതൊരു ന്യൂസ് ആയി മാറി. നിങ്ങൾ വേറെ കെട്ടി അങ്ങനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ശരിക്കും ഞാൻ രണ്ടാമത് കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ശരിക്കും സംഭവിച്ചേ അത് ആദ്യത്തെ 5 വർഷം കഴിയുമ്പോ ഞങ്ങളെ കല്യാണം ഗുരുവായൂരായിരുന്നു. അപ്പൊ ഇയാളുടെ അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ട് ഗുരുവായൂരാണ് കല്യാണം. രണ്ടാമതും അതേ നടയിൽ ചെന്നിട്ട് ഒന്ന് മാല അങ്ങോട്ടും ഇങ്ങോട്ടും തുളസിമാല ഇടുക നടയിൽ ചെന്നിട്ട് എന്നുള്ളതായിരുന്നു. ശരി, അതൊക്കെ 5 കൊല്ലം കഴിഞ്ഞപ്പോ ഈ കൊറോണയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 10ാമത്തെ വർഷത്തേക്ക് ആക്കാൻ നോക്കി. 10ാമത്തെ വർഷം അതിനെല്ലാം കൂടി ഓക്കെ ആണ്, നല്ല സമയമായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയല്ല, പരിപാടിയെ കുറിച്ച് ഒരു ധാരണ വരിക. അപ്പൊ ഞങ്ങള് സാധാരണ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതിനൊക്കെ നമ്മൾ ഇയാൾക്ക് ഒരു ഹെയർ ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രണ്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെ കയറുന്നു. അപ്പൊ ഈ കയറുന്ന സമയത്ത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കള്, നമുക്ക് അത്രയും പെട്ടെന്ന് മായ ചേച്ചിയും പ്രബിനൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, എന്റെ ഒരു അനിയൻ സായിനൊക്കെ, അവരൊക്കെ കൂടിയിട്ട് നേരെ ഗുരുവായൂർ ഫസ്റ്റ് ചെന്നിട്ട് അവര് മണ്ഡപം അങ്ങോട്ട് ബുക്ക് മറ്റേ ടോക്കൺ എടുത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോ ഞാൻ നോർമൽ കോസ്റ്റ്യൂമിൽ പോകുന്ന എന്റെ അടുത്ത് നേരെ അടുത്ത പുതിയ കോടിമുണ്ട് വരുന്നു. അത് കഴിഞ്ഞ് മറ്റേ ഇതൊക്കെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ ഇത് ശരിക്കും കല്യാണം ആയിരുന്ന പോലെ ഞങ്ങള് നോക്കുമ്പോ അന്നുണ്ടായ അതേ ഫീലായിരുന്നു. ഫീൽ ചെയ്തു ശരിക്കും. അന്ന് കുറച്ചുകൂടെ ഇതായിരിക്കും, മെക്കാനിക്കൽ ആയിരിക്കും. അന്ന് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷന്റെ പ്രശ്നമല്ല. ഞാൻ ഒറ്റ മകനാണ്. സോ ഓടി നടന്ന ഇത്തരം കാര്യങ്ങൾ എത്തി എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇപ്രാവശ്യം അറിഞ്ഞു ശരിക്കും ഞങ്ങൾ രണ്ടാളും വേറെ ടെൻഷൻസ് ഒന്നുമില്ല, ടെൻഷനില്ല. ബാക്കി എല്ലാരും അതെല്ലാം ഏറ്റെടുത്തു. ഇപ്പൊ നിങ്ങള് ഫ്രീ ആയിട്ട് ചെന്ന് ഒരു മനസ്സറിഞ്ഞ് കല്യാണം കഴിച്ചു. അതെ, ശരിക്കും അവിടെ നിന്നപ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞു. ഞങ്ങളുടെ രണ്ടാളുടെ കണ്ണ് നിറഞ്ഞു. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്രയും ഇതായിട്ട് കല്യാണം നടന്നത്. പിന്നെ ഭയങ്കരമായിട്ട് അന്നത്തേക്കാൾ ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും എനിക്കൊന്ന് ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോഴായിരുന്നു. അദ്ദേഹം നിശ്ചയിച്ചു ഇപ്പൊ അത് സീരിയസ് ആയിട്ട്. കാരണം അത് ഗുരുവായൂരപ്പന്റെ ഒരു ഇതാണെന്ന് പറയാൻ കാരണം ഞങ്ങള് ആദ്യം പ്ലാൻ ചെയ്തത് അപ്പൊ അവിടെ വടക്കുന്നാഥനില് പോവാം. ഇവിടെ തന്നെ വരണം. വടക്കുന്നാഥനില് പ്ലാൻ ചെയ്തു. പക്ഷെ അത് വടക്കുന്നാഥനില് നടന്നില്ല. ഭഗവാന് വേണ്ട, ഇവിടെ ഗുരുവായൂർ തന്നെ അത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഗുരുവായൂർ അദ്ദേഹത്തിന് നിശ്ചയം നടക്കണം എന്നുള്ളത്. അങ്ങനെ Ali's Kitchen. Let's cook with love.